നമസ്കാരം. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ പാടില്ലാത്ത ഒരു നേതാവാണ് പത്തനാപുരം MLA-യും മന്ത്രിയുമായ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ പെൺവിഷയം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ക്രൂരത, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും അയാൾ പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങൾ എന്നോടൊപ്പമാണ് എന്നുള്ളതാണ്. ധാർഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റം. അയാളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, അച്ഛൻ, സഹോദരി എന്നിവരൊക്കെ തന്നെയാണ് പറഞ്ഞത്. സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അത് പ്രതിപക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിലുള്ളവരോ ആയിരിക്കും ഉന്നയിക്കപ്പെടുക. പക്ഷേ ഇത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഗണേഷ് കുമാറിന് എതിർപ്പ് ഉയർന്നു വന്നിട്ടുള്ളത് പലപ്പോഴായി. അതേക്കുറിച്ച് ജയിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രൊഫസർ MN കാരശ്ശേരി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്നോട് പത്രപ്രവർത്തകയായ ഒരു സ്നേഹിത ചോദിച്ചു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഷക്ക് ഏറ്റവും താല്പര്യമുള്ള മണ്ഡലം ഏതാണ്, ആര് ജയിക്കണം എന്നാണ്, ഒരു മണ്ഡലത്തിൻ്റെ പേരേ പറയാവൂ എന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്തനാപുരമാണ്. അതെന്താ? അവിടെ മത്സരിക്കുന്ന KB ഗണേഷ് കുമാർ തോൽക്കണം. അതാണ് ഒരു താല്പര്യം, ഒരേ ഒരു താല്പര്യമേ പറയാവൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും KB ഗണേഷ് കുമാർ തോൽക്കണം. എന്താ കാരണം അദ്ദേഹം 25 കൊല്ലമായി ആ മണ്ഡലത്തിൽ. അങ്ങനെ 25, 30, 45, 50 കൊല്ലമൊക്കെ ഓരോ മണ്ഡലത്തിൽ ഓരോ ആളുകളില്ലേ ഉണ്ട്. പാലായിൽ KM മാണി അങ്ങനെയായിരുന്നു, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അങ്ങനെ പലരും ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ജനാധിപത്യത്തോടോ ജനങ്ങളോടോ യാതൊരു ബഹുമാനമില്ലാത്ത, ജീവിത മൂല്യങ്ങളെപ്പറ്റി യാതൊരു ആകാംക്ഷയില്ലാത്ത, ഒരു വിലയും കൊടുക്കാത്ത ഒരാളാണ് ഗണേഷ് കുമാർ. അദ്ദേഹം 25 കൊല്ലമായി അവിടെ തുടർച്ചയായിട്ട് ജയിക്കുന്നു. 2013 അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ പറഞ്ഞ ഒരാള് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പത്നി യാമിനി തങ്കച്ചിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വന്തം മകനെതിരായിട്ട് പരാതി പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധം ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ള പറഞ്ഞു. അന്യായമായി അദ്ദേഹം കുടുംബസ്വത്ത് തട്ടിയെടുത്തു എന്ന് അദ്ദേഹത്തിൻ്റെ ചേച്ചി ഉഷ പറഞ്ഞു. പിന്നെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹത്തെ പറ്റിയുണ്ട്. അത് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോ ഈ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ പരാതി പറഞ്ഞു. ആ പരാതിയൊക്കെ നമുക്ക് പറയാനും കേൾക്കാനും കൊള്ളാത്ത പരാതികളാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് 5000 കാമുകിമാരുണ്ടാവാമെന്ന്. അതിനെന്താ, അതെന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? ഇത്ര അധാർമികമായി ജീവിക്കുന്ന ഒരാള്, അധാർമികതയെ തൻ്റെ ഒരു നേട്ടമായിട്ട് കൊണ്ടാടുന്ന ഒരാള്, അദ്ദേഹം എന്താ പറഞ്ഞത്? വിവാദം വരട്ടെ, എനിക്ക് 10 വോട്ട് അധികം കിട്ടും. പത്തനാപുരത്തെ ജനങ്ങളെപ്പറ്റി, അവിടുത്തെ വോട്ടർമാരെ പറ്റി, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളിനെ പറ്റി അദ്ദേഹത്തിനുള്ള ബഹുമാനാണത്. ആ വോട്ടർമാരും ആലോചിക്കണത്. അപ്പോ ഇത്ര പുല്ല് വിലയാണ് അദ്ദേഹത്തിന് ജനാധിപത്യത്തെ എങ്കിൽ അദ്ദേഹം തോൽക്കണം. അപ്പോ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തോൽക്കുമല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു മനസ്സ് പറയാണ്. കാരണം ജനങ്ങളാണ് മേലെ, ജനങ്ങളുടെ ധാർമ്മിക ബോധമാണ് മേലെ, സദാചാരമാണ് മേലെ, സത്യവും അഹിംസയും ദയയും സ്നേഹവും ഒക്കെയാണ് മേലെ എന്ന് വരണം. ഈ ഗണേഷ് കുമാർ ഒരിക്കൽ നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട്. സത്യമാണ് എൻ്റെ ദൈവം. ഇങ്ങനെ കള്ളം പറയുകയും കള്ളസത്യം പറയുകയും കള്ളക്കേസിന് കൂട്ടുനിൽക്കുകയും, അതിപ്പോൾ ഞാൻ പറയണ്ട, എല്ലാവർക്കും അറിയാം. അതൊന്നും പത്തനാപുരത്തെ ജനങ്ങളെ ബാധിച്ചതേയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ അന്യായങ്ങൾക്കും അധർമ്മങ്ങൾക്കും അസത്യങ്ങൾക്കും പിന്തുണ കൊടുക്കുകയാണ് പത്തനാപുരത്തെ ജനങ്ങൾ ചെയ്തത്. അത് ഇത്തവണയെങ്കിലും അവർ മാറി ചിന്തിച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും എന്ന അർത്ഥവും. അതില്ലെങ്കിൽ എങ്ങനെ കൂത്താടി ജീവിച്ചാലും എങ്ങനെ അഴിഞ്ഞാടിയാലും അതൊന്നും ഒരു വിഷയമല്ല. ജനങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളാണ് കാര്യം എന്ന് വരും. അത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ജനാധിപത്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് മോശമാണ്. അതുകൊണ്ട് 139 മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നു തോൽക്കുന്നുള്ളതിനേക്കാൾ
എന്നെ ബാധിക്കുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം തോറ്റ് കാണണം എന്ന് വിചാരിക്കുന്ന കേരളത്തിലെ അനേക ലക്ഷം ആളുകളിൽ ഒരാളാണ് ഞാൻ എന്നുകൂടി ഞാൻ പറയുന്നു.